വാർത്തകൾ തുടരുന്നു. അഴീക്കോട് രണ്ടിടങ്ങളിൽ മോഷണം, ഒരു വീട്ടിൽ മോഷണ ശ്രമവും. അഴീക്കോട് 2 വീടുകളിൽ കവർച്ച, 3.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു. അഴീക്കോട് പുത്തൻപള്ളി കളറാട്ട് പ്രദേശത്താണ് മോഷണം നടന്നത്. കായിപ്പറമ്പിൽ ഗിരീഷിന്റെ വീടിന്റെ അടുക്കളവാതിൽ കുത്തിത്തുറന്ന് അകത്ത് കയറിയ മോഷ്ടാവ് സ്വീകരണമുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഗിരീഷിന്റെ 2.5 വയസ്സുള്ള പേരക്കുട്ടിയുടെ മാലയും 2 വളകളും മോഷ്ടിച്ചു. ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുട്ടിയുടെ ആഭരണങ്ങൾ മോഷ്ടാവ് മുറിച്ചെടുക്കുകയായിരുന്നു. ബാക്കിലെ വാതിൽ കുത്തി പൊളിച്ചിട്ട് വന്നിട്ട് ഫ്ലാഷ് ലൈറ്റ് ഇങ്ങനെ കൊച്ചിൻ്റെ മേത്തടിച്ച് നോക്കി. അങ്ങനെ പെണ്ണ് കണ്ടപ്പോൾ വൈഫ് കണ്ടപ്പോൾ എന്നെ വിളിച്ച്. ഞാനിവിടെ റൂമിലാണ് കിടന്നു വെച്ചത്. റൂമിൽ ചെന്ന് കുറേ ചെന്നപ്പോഴും ആള് പോയി. ആള് രക്ഷോട്ട് പോയി. പിന്നെ കൈയിൻ്റെ വള കട്ട് ചെയ്തിട്ട് കൈ ചെറുതായിട്ട് ഇതായിട്ടുണ്ട്. മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് കണ്ട് വീട്ടുകാർ ഉണർന്നുവെങ്കിലും മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. ഇവിടെ നിന്നും 2 പവൻ ആഭരണങ്ങളും സമീപത്തുള്ള കുഴിക്കാട്ട് ചന്ദ്രമതിയുടെ 1.5 പവൻ തൂക്കമുള്ള മാലയുമാണ് കവർന്നത്. മോഷ്ടാക്കൾ അടുക്കളവാതിൽ കുത്തിത്തുറന്നാണ് കവർച്ച നടത്തിയത്. ആരാണെന്നറിയാൻ വേണ്ടി ഞാൻ അമ്മയാണ് 2 പ്രാവശ്യം ചോദിച്ചു. അപ്പം മിണ്ടണില്ല, അടുക്കളയിൽ നടക്കാണ്ട് തരാപ്പാറ്. അപ്പം ഞാൻ അങ്ങനെയല്ല എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു. അപ്പം അടുക്കള വാതിൽ കുത്തിപ്പൊളിച്ചടക്കണം. കൊച്ചിനെ തപ്പിയോ നോക്കിയപ്പോൾ കൊച്ചടുത്തടക്കണ്ട്. കയ്യുമ്മലൊന്നുമില്ല, കഴുത്തിലൊന്നുമില്ല. 2 വളയും കഴുത്തിലെ മാലയും. മാല 1 പവനുണ്ടായി, വള 2ഉം അരപ്പവൻ വരും. അപ്പം 1 പവൻ. അങ്ങനെ 2 പവൻ പോയി. 1:30 സംഭവം. എന്നിട്ട് പോലീസുകാരെ വിളിച്ചു. അവർ വന്ന്. പക്ഷേ അപ്പോഴേക്കും ആ വാതിൽ കുത്തിപ്പൊളിച്ചടക്കണ കാരണം അയാളോട് രക്ഷപ്പെട്ടു. കഴുത്തിലുണ്ടായിരുന്ന മാല വലിച്ചു പൊട്ടിക്കുന്നതിനിടെ ചന്ദ്രമതി ഉണർന്ന് ബഹളം വെച്ചുവെങ്കിലും മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു. ഈ പ്രദേശത്ത് തന്നെയുള്ള അയ്യാരിൽ മുഹമ്മദ് അലിയുടെ വീടിന്റെ വാതിൽ കുത്തിത്തുറന്ന മോഷ്ടാവ് അകത്തു കയറിയെങ്കിലും ഒന്നും കിട്ടിയില്ല. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് മോഷണവും മോഷണശ്രമവും നടന്നത്. കൊടുങ്ങല്ലൂർ പോലീസ് സ്ഥലത്ത് വന്ന് അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരുമെത്തി പരിശോധന നടത്തി.